അപ്രതീക്ഷിതമായി പലതും നടന്ന വാരമാണ്. ട്രംപ് അല്ല ഒന്നിന്റെയും അവസാനമെന്ന് ട്രംപിനെ ബോധ്യപ്പെടുത്തിയ മംദാനിയെയും ഷീ ജിൻപിങ്ങിനെയും പോയ വാരം കണ്ടു. ട്രംപിന്റെ പിടിവാശി അമേരിക്കയെ ആകെ താളം തെറ്റിച്ചിരിക്കുകയാണ്. രാജ്യത്തെ വലിയ നാണക്കേടിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഗാസയെ പോലെ നരനായാട്ട് നടന്നിട്ടും ലോകം അത്ര കണ്ട് ചർച്ച ചെയ്യാത്ത സുഡാനിനെ കുറിച്ചും സംസാരിക്കാം. സ്വാഗതം പോയ വാര ലോകവിശേഷങ്ങളിലേക്ക്, ഭൂലോകത്തിലേക്ക്. അടുത്തിടെ ഒന്നിനു പിറകെ ഒന്നായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലോക രാജ്യങ്ങൾക്ക് നേരെയുള്ള താരിഫ് യുദ്ധവും സുപ്രീം കോടതിയിൽ എത്തിയതും കനത്ത പ്രഹരമാണ്. ഇപ്പോഴിതാ റിപ്പബ്ലിക്കൻസിന്റെ പിടിപ്പ് കേടുകൊണ്ട് അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗവൺമെന്റ് ഷട്ട്ഡൌണിലാണ്. പ്രവർത്തിക്കാൻ പണമില്ലാതെ സർക്കാർ ഓഫീസുകൾ മിക്കതും അടച്ചു പൂട്ടിയതോടെ പതിനായിരങ്ങളാണ് ശമ്പളമില്ലാ അവധിയിലേക്ക് പോകാൻ നിർബന്ധിതരായത്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തെ കാര്യമായി തന്നെ ഇത് ബാധിച്ചു. എങ്ങനെ ഈ പ്രതിസന്ധി മറികടക്കുമെന്ന വലിയ ചോദ്യം ഉത്തരമില്ലാതെ മുന്നിൽ നിൽക്കുകയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത ഭിന്നതകൾ സൃഷ്ടിച്ച സർക്കാർ അടച്ചുപൂട്ടൽ രാജ്യത്തിന്റെ സുരക്ഷയിലും സാമ്പത്തിക മേഖലയിലും ആഴത്തിൽ മുറിവേൽപ്പിക്കുകയാണ്. അമേരിക്കയിലെ ഏറ്റവും തിരക്കേറിയ 40 വിമാനത്താവളങ്ങളിലെ വിമാന സർവീസുകൾ 10% വരെ വെട്ടിച്ചുരുക്കാനുള്ള തീരുമാനത്തിലേക്ക് വരെ ഇതെത്തിച്ചു. ഈ നടപടി കേവലം യാത്രാ മുടക്കങ്ങൾക്കുമപ്പുറം രാജ്യത്തിന്റെ വ്യോമ ഗതാഗത സംവിധാനത്തിന്റെ സുരക്ഷാ ഭീഷണികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എയർ ട്രാഫിക് കൺട്രോളർമാർ പോലുള്ള അത്യാവശ്യ ജീവനക്കാർക്ക് ശമ്പളമില്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് നിലവിൽ. 1 മാസത്തിലധികമായി ശമ്പളം മുടങ്ങിയതോടെ ജീവനക്കാർ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഇതുമൂലം കുടുംബ ചെലവിനായി മറ്റ് താൽക്കാലിക ജോലികൾ ചെയ്യേണ്ട സ്ഥിതിയാണ്. ഷട്ട് ഡൗൺ തുടരുന്നത് സാമ്പത്തിക മേഖലയെയും യാത്രാ മേഖലയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന് എയർലൈനുകളും ഇതിനോടകം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രതിദിനം 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുന്നതിലേക്ക് നയിച്ചു കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 2500 മുതൽ 4000 വരെ വിമാനങ്ങൾ ദിവസവും റദ്ദാക്കുന്നു. ഇത്രയധികം വിമാന സർവീസുകൾ റദ്ദാവുന്നത് അമേരിക്കയിൽ പതിവുള്ളതല്ല. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയുടെ വ്യോമ ഗതാഗതത്തെ ബാധിക്കുമ്പോൾ അത് ആഗോളതലത്തിലുള്ള യാത്രാബന്ധങ്ങളെയും ചരക്ക് നീക്കത്തെയും ബാധിക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതിന്റെയെല്ലാം ആത്യന്തിക ഫലം അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന അന്താരാഷ്ട്ര യാത്രക്കാർ മുതൽ സാധനങ്ങൾ അയക്കുന്ന ഷിപ്പിംഗ് കമ്പനികൾ വരെ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന ഒരു അനിശ്ചിതത്വമായിരിക്കും. നിലവിലെ പ്രതിസന്ധികൾക്ക് കാരണം എന്താണ്? എങ്ങനെയാണ് ലോകത്തിലെ തന്നെ സമ്പന്ന രാഷ്ട്രമായ അമേരിക്ക ഈ അവസ്ഥയിലേക്ക് വന്നത്? നിത്യഭക്ഷണത്തിനായി സർക്കാരിന്റെ സാമ്പത്തിക പിന്തുണ ലഭിച്ചിരുന്ന 4 കോടി ആളുകളാണ് പ്രതിസന്ധിയിലായത്. എന്തുകൊണ്ടാണ് സർക്കാർ ഒന്നും ചെയ്യാത്തത്? ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ് അമേരിക്കൻ സാമ്പത്തിക വർഷം. പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ധനബില്ല് ഒക്ടോബർ 1 മുമ്പ് പാസ്സാക്കണം. എന്നാൽ ആരോഗ്യരംഗത്തെ ഫണ്ട് വിനിയോഗങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളെ തുടർന്ന് ഇത്തവണ ഭരണപക്ഷമായ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും പ്രതിപക്ഷമായ ഡെമോക്രാറ്റുകൾക്കും സെനറ്റിൽ സമവായത്തിലെത്താനായില്ല. ഇതോടെയാണ് പ്രതിസന്ധികൾക്ക് തുടക്കമായത്. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോടികളുടെ നഷ്ടമാണ് ഈ അടച്ചുപൂട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. ഷട്ട്ഡൌണിന്റെ ഭാഗമായി നിരവധി ഗവൺമെന്റ് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ്. നിലവിൽ 1.4 മില്യൺ ഫെഡറൽ ജീവനക്കാർ ശമ്പളമില്ലാത്ത അവധിയിലോ ശമ്പളമില്ലാതെ ജോലി ചെയ്യുകയോ ആണ്. ഷട്ട്ഡൌൺ എത്ര നാൾ നീണ്ടു നിൽക്കും എന്നതിനെ ആശ്രയിച്ചാവും അടച്ചുപൂട്ടൽ ആഘാതത്തിന്റെ വ്യാപ്തി വ്യക്തമാവുക. ഇതിനു മുമ്പേ ഉണ്ടായ വലിയ ഷട്ട്ഡൌണും 2019 അന്നത്തെ ട്രംപ് ഭരണകൂടത്തിന്റെ കീഴിലായിരുന്നു. ആ ഷട്ട്ഡൌൺ 35 ദിവസം നീണ്ടുനിന്നു. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ബജറ്റ് തർക്കങ്ങൾ സാധാരണമാണ്. 2025 ജനുവരിയിൽ അധികാരത്തിൽ തിരിച്ചെത്തിയതിനു പിന്നാലെ
ട്രംപ് ഫെഡറൽ ജീവനക്കാരുടെ എണ്ണം ഗണ്യമായി വെട്ടിച്ചുരുക്കാൻ നീക്കം ആരംഭിച്ചിരുന്നു. അതുകൊണ്ടാണ് നിലവിലത്തെ ഷട്ട്ഡൌണിൽ ജോലി സ്ഥിരമായി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് ഭൂരിഭാഗം ജീവനക്കാരും. ഷട്ട്ഡൌൺ ആരംഭിച്ചതിന് ശേഷം അമേരിക്കയിൽ സാധാരണക്കാരുടെ ജീവിതം താറുമാറായിരിക്കുകയാണ്. ഫെഡറൽ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. സർക്കാർ സേവനങ്ങളെ ആശ്രയിക്കുന്ന ചെറുവരുമാനക്കാരും ഷട്ട്ഡൌണിന്റെ പ്രതിസന്ധിയിലാണ്. അമേരിക്കയിൽ 8-1 സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴിയുള്ള ഭക്ഷ്യസഹായത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഫണ്ടിംഗ് നിന്നതോടെ ഇക്കാര്യവും പരുങ്ങലിലായി. ആർക്കും വിശന്നിരിക്കേണ്ടി വരില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് ഉറപ്പ് നൽകിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ പ്രതിസന്ധിയാകുന്നുണ്ട്. 60 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് US-ൽ പോഷകാഹാര പദ്ധതിയായ സപ്ലിമെന്റൽ ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം അഥവാ സ്നാപ്പ് ഫണ്ടില്ലാതെ മുടങ്ങിപ്പോകുന്നത്. ശമ്പളം കിട്ടാതെ വലയുന്ന ഫെഡറൽ ജീവനക്കാരും അടിസ്ഥാന സേവനങ്ങൾ നിലച്ചതിനാൽ ദുരിതത്തിലായ ലക്ഷക്കണക്കിന് അമേരിക്കക്കാരും പാർട്ടി പോരിന്റെ ഇരകളാകുകയാണ്. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും പരസ്പരം പഴിചാരി മുന്നോട്ട് പോകുമ്പോൾ ഷട്ട്ഡൌണിന്റെ പൂർണ്ണ പ്രഹരം സാധാരണക്കാർക്ക് ഏറ്റുതുടങ്ങി. വരും ദിവസങ്ങളിൽ അതിന്റെ തോത് ഇനിയും വർദ്ധിക്കും. എന്നിട്ടും ഇരു കൂട്ടരും എന്ന് സമവായത്തിലെത്തും, തർക്കം എന്ന് അവസാനിക്കും എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. ട്രംപിന്റെ കീഴിൽ അമേരിക്കയെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളിയാകും. ഗാസയിൽ എന്ന പോലെ സുഡാനിലും വംശഹത്യ തന്നെയാണ് നടക്കുന്നത്. കുഞ്ഞുങ്ങളെ അടക്കം കൊന്നൊടുക്കുന്നു. സ്ത്രീകളും കുട്ടികളും ബലാത്സംഗത്തിന് ഇരയാകുന്നു. കഴിഞ്ഞ 2.5 വർഷത്തിനിടെ 1.5 ലക്ഷത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത്. സുഡാനിലെ അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് വെടിനിർത്തലിന് തയ്യാറാണെന്ന് വ്യക്തമാക്കിയതോടെ ആഭ്യന്തര കലാപം താൽക്കാലികമായി സമാധാനത്തിലേക്ക് നീങ്ങുകയാണ്. ശാശ്വത പരിഹാരം ആയിട്ടില്ല. ചരിത്രകാലം മുതൽ സുഡാന് ഈ അരക്ഷിതാവസ്ഥ ശീലമാണ്. അമേരിക്കയും അറബ് രാജ്യങ്ങളും ഉൾപ്പെടെ നൽകിയ നിർദ്ദേശം RSF അംഗീകരിക്കുകയായിരുന്നു. മനുഷ്യക്കുരുതി എല്ലാ പരിധികളും ലംഘിച്ചതോടെയാണ് സമാധാന ചർച്ചകൾക്ക് വഴിയൊരുങ്ങിയത്. എൽ ഫാഷർ നഗരം പിടിച്ചെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് മാനുഷിക മൂല്യങ്ങൾ പരിഗണിച്ച് താൽക്കാലിക വെടിനിർത്തൽ നിർദ്ദേശം RSF അംഗീകരിച്ചത്. ഭക്ഷണം ഉൾപ്പെടെയുള്ള മാനുഷിക സഹായങ്ങൾ എത്തിക്കാനാണ് ഈ നീക്കം. പക്ഷേ RSF നടപടിയെ സൈന്യം സ്വാഗതം ചെയ്തെങ്കിലും സിവിലിയൻ പ്രദേശങ്ങളിൽ നിന്ന് RSF പൂർണ്ണമായും പിൻവാങ്ങുകയും ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയും ചെയ്താൽ മാത്രമേ വെടിനിർത്തലിന് സമ്മതിക്കുകയുള്ളൂ എന്ന നിലപാടിലാണ് സൈന്യം. അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും സൈന്യവും തമ്മിൽ നടന്ന അധികാര തർക്കത്തിൽ 1,50,000-ലധികം ആളുകൾ മരിച്ചെന്നാണ് UN റിപ്പോർട്ട്. ഏകദേശം 12 ദശലക്ഷം പേർ വീടുകൾ വിട്ട് പലായനം ചെയ്തു. കുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നും RSFുകാർ വീടുകൾ കയറി ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുകയാണെന്നും രക്ഷപ്പെട്ടവർ വെളിപ്പെടുത്തിയിരുന്നു. കൂട്ടക്കൊല വ്യക്തമാക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവന്നു. പരമാവധി സഹായം എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് റെഡ് ക്രസന്റ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകൾ. 10,000 വെള്ളവും ഭക്ഷണവുമില്ലാതെ പലയിടത്തും കുടുങ്ങിക്കിടക്കുകയാണ്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളും സംഘർഷത്തിൽ ആരുടെ ഒപ്പം നിൽക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ്. പെട്ടെന്നുള്ള മധ്യസ്ഥത യുദ്ധത്തിനപ്പുറമുള്ള സങ്കീർണതയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കണക്കുകൂട്ടലിലാണിവർ. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇടപെടലുകളും അന്താരാഷ്ട്ര ശക്തികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. പതിറ്റാണ്ടുകളിലെ ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിക്കുകയാണ് സുഡാൻ. എന്നാൽ ഇതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ലോകം നിശബ്ദമായിരിക്കുന്നു. വെടിനിർത്തൽ യാഥാർത്ഥ്യമായെങ്കിലും എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നതിൽ വ്യക്തതയില്ല. മുറിവേറ്റ ജനത കൂടുതൽ മുറിപ്പെടുന്നു എന്നതല്ലാതെ മറ്റത്ഭുതങ്ങളൊന്നും അവിടെ സംഭവിക്കുന്നില്ല. സമാധാനം മാത്രമല്ല, അടിയന്തര സഹായമാണ് ഇപ്പോൾ സുഡാന് വേണ്ടത്. രാജ്യത്തെ 2 കോടിയിലധികം ജനങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ. അതായത് സുഡാൻ ജനസംഖ്യയുടെ പകുതിയോളം വിശന്ന് കഴിയുകയാണ്. റഷ്യ യുക്രൈൻ യുദ്ധം സമാനതകളില്ലാത്ത തരത്തിൽ മുന്നോട്ടു പോവുകയാണ്.
സമാധാനം എന്നത് വാക്കുകളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞു. യുക്രൈൻ കീഴടങ്ങിയാലേ യുദ്ധം അവസാനിക്കൂ എന്ന പ്രതീതി സൃഷ്ടിച്ചതുപോലെയാണ് റഷ്യയുടെ നീക്കങ്ങൾ. ഇപ്പോഴിതാ യുക്രൈൻ സംഘർഷത്തിന്റെ നിർണായക ലോജിസ്റ്റിക്സ് കേന്ദ്രമായ കുപാൻസ്ക് നഗരം പൂർണ്ണമായും മോചിപ്പിക്കാൻ റഷ്യൻ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് വിവരം. പക്ഷേ യുദ്ധമുഖത്തെ ഈ കനത്ത തിരിച്ചടി അംഗീകരിക്കാൻ യുക്രൈൻ ഇപ്പോഴും തയ്യാറല്ല. പിന്നെ എങ്ങനെ തീരും അധികാരത്തിന്റെ പേരിൽ തുടങ്ങിയ ഈ യുദ്ധം? ഒപ്പമുണ്ടെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എവിടെയാണ്? കുപ്യാൻസ്കിന് സമീപം നിലയുറപ്പിച്ച യുക്രൈൻ സേനയുടെ സ്ഥാനം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഉറപ്പിച്ചു പറയുന്നു. റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നതൊഴികെ അവർക്ക് രക്ഷപ്പെടാൻ മറ്റ് മാർഗങ്ങളില്ല. വടക്ക് കിഴക്കൻ മേഖലയിലെ നിർണായക ലോജിസ്റ്റിക് കേന്ദ്രമായ കുപ്യാൻസ് നഗരം പൂർണ്ണമായി മോചിപ്പിക്കുമെന്ന് ആക്രമണത്തിൽ ഉൾപ്പെട്ട യൂണിറ്റ് കമാൻഡർ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നേരത്തെ നഗരത്തിന്റെ ഭാഗിക നിയന്ത്രണം റഷ്യൻ സൈന്യം അവകാശപ്പെട്ടിരുന്നു. സെപ്റ്റംബറിൽ നഗരഹൃദയത്തിൽ റഷ്യൻ സൈന്യം നിലയുറപ്പിച്ചതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിരുന്നു. കുപ്യാൻസ്കിലും ക്രാസ്നോർമെയിൻസ്കിലുമായി 10,000-ലധികം യുക്രൈൻ സൈനികർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് റഷ്യയുടെ കണക്ക്. ഈ സൈനികരെ കീഴടങ്ങലിന് സമ്മതിക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ സൈന്യം പിന്നോട്ടു പോവുകയാണെന്നും നഗരങ്ങൾ തങ്ങൾ കൈവശം വെച്ചിട്ടുണ്ടെന്നും യുക്രൈൻ ഇപ്പോഴും അവകാശപ്പെടുന്നു. റഷ്യൻ മുന്നേറ്റങ്ങളെ തടയാൻ യുക്രൈൻ പോരാടുമ്പോൾ സ്വന്തം പ്രതിരോധ സേനയിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോകുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. എലൈറ്റ് യൂണിറ്റുകളുടെ കമാൻഡർമാർ വരെ സൈനികരുടെ പലായനം തുറന്നു സമ്മതിക്കുന്നു. യുദ്ധഭൂമിയിലെ ശത്രുവിനെ മാത്രമല്ല, സ്വന്തം സൈനികരുടെ കൂട്ട ഒളിച്ചോട്ടവും വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഇതോടെ സൈനികരുടെ എണ്ണത്തിൽ ഭീമമായ കുറവുണ്ടാകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരായ ജനങ്ങളെ ബലപ്രയോഗത്തിലൂടെ സേനയുടെ ഭാഗമാക്കാനും അധികൃതർ നിർബന്ധിതരാകുന്നുണ്ട്. റഷ്യൻ സേനയിൽ നിന്നുള്ള ബാഹ്യമായ വെല്ലുവിളിയേക്കാൾ വലുത് യുക്രൈനെ സംബന്ധിച്ച് സ്വന്തം ജനങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ്. സൈനികരുടെ വൻതോതിലുള്ള ഒളിച്ചോട്ടവും മൊബിലൈസേഷനിലെ ക്രൂരമായ രീതികളും ആണ് ഇതിന് കാരണം. യുക്രൈൻ സർക്കാരിലുള്ള ജനങ്ങളുടെ വിശ്വാസ്യത ദിനംപ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് സെലൻസ്കിയുടെ വാക്കുകളും യുദ്ധഭൂമിയിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അന്തരം യുക്രൈൻ ജനതയെ വഞ്ചിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. സൈനിക മേധാവികളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടതും 10,000-കണക്കിന് സൈനികർ അകപ്പെട്ടതും യാഥാർത്ഥ്യം മറച്ചുവെക്കാനുള്ള യുക്രൈന്റെ ശ്രമങ്ങളും ഈ ഭരണകൂടത്തിന്റെ പരാജയമാണ് വിളിച്ചോതുന്നത്. കീഴടങ്ങലിന് അവസരം നൽകിയിട്ടും സ്വന്തം സൈനികരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഈ നടപടി സെലൻസ്കി ഭരണകൂടത്തിന്റെ ക്രൂരമായ നിലപാട് എന്നാണ് വിലയിരുത്തുന്നത്. യുക്രൈൻ സൈനികരുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരേ ഒരു വഴി യുക്രൈൻ യുദ്ധഭൂമിയിലെ സത്യം അംഗീകരിക്കുക എന്നത് മാത്രമാണ്. അതല്ല മറ്റെന്തെങ്കിലും വഴികൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കി കാണിക്കേണ്ടതും സെലൻസ്കി തന്നെയാണ്. അതിലൂടെ റഷ്യയ്ക്ക് മുന്നിൽ തളർന്നു വീണില്ലെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കും. പക്ഷേ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ യുക്രൈന് കഴിയുന്നില്ലെങ്കിൽ യുദ്ധത്തിന്റെ അന്തിമ ഫലം സ്വന്തം സൈനികരുടെ നിസ്സഹകരണത്തിലൂടെ തീരുമാനിക്കപ്പെട്ടേക്കാം. മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, എനിക്കറിയാം നിങ്ങൾ ഇത് കാണുന്നുണ്ടെന്ന്. ആ ടിവിയുടെ വോളിയം ഒന്നുകൂടി കൂട്ടിവെക്കും. എനിക്ക് പറയാനുള്ളത് 4 കാര്യങ്ങളാണ്. ന്യൂയോർക്ക് അത് കുടിയേറ്റക്കാരുടെ സിറ്റിയായി തുടരും. ഈ സിറ്റി നിർമ്മിച്ചത് കുടിയേറ്റക്കാരാണ്. ഈ സിറ്റിയുടെ കരുത്ത് കുടിയേറ്റക്കാരാണ്. ഇപ്പോഴിതാ ഈ നഗരം നയിക്കാൻ പോകുന്നതും ഒരു കുടിയേറ്റക്കാരനാണ്. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷമുള്ള സൊഹ്റാൻ മംദാനിയുടെ ആദ്യ പ്രസംഗമാണിത്. കുടിയേറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നയങ്ങൾ സ്വീകരിക്കുന്ന ട്രംപിന് ഇതിലും വലിയ തിരിച്ചടി ഇനി കിട്ടാനില്ല. സൊഹ്റാൻ മംദാനിക്കെതിരെ വലിയ പ്രചാരണങ്ങൾ ട്രംപ് നടത്തിയിരുന്നു. പക്ഷേ ട്രംപ് തോറ്റു, മംദാനി ജയിച്ചു. ട്രംപ് ഭയപ്പെട്ടിരുന്ന മംദാനിയുടെ ജയം. So Donald Trump, since I know you're watching, I have 4 words for you. Turn the volume up. We will hold bad landlords to account.
because the Donald Trumps of our city have grown far too comfortable taking advantage of their tenants. ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് എന്നാണ് മംദാനി സ്വയം വിശേഷിപ്പിക്കുന്നത്. ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ. ഒരു നൂറ്റാണ്ടിലേറെയായി ആ സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. വയസ്സ് വെറും 34. മേയറാകുന്ന ആദ്യ ദക്ഷിണേഷ്യൻ ഇന്ത്യൻ വംശജൻ, അതായത് ഒരു കുടിയേറ്റക്കാരൻ. അമ്മ പഞ്ചാബി ഹിന്ദുവായ ലോക പ്രശസ്ത സിനിമാ പ്രവർത്തക മീര നായർ. അച്ഛൻ ഗുജറാത്തി മുസ്ലിമായ അക്കാദമിക് വിദഗ്ധൻ മെഹദൂദ്. ജനനം ഉഗാണ്ടയിൽ. പിന്നീട് ന്യൂയോർക്കിലെ ക്വീൻസിലേക്ക് കുടിയേറി. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറെ ലോകം തിരയുന്നത് സ്വാഭാവികമാണെങ്കിലും പ്രചാരണ കാലം തൊട്ട് മംദാനി ശ്രദ്ധിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ ആശയങ്ങളുടെ തിളക്കം കൊണ്ടുകൂടിയാണ്. ഒരുപക്ഷെ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് ശേഷം ഇത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയ വ്യക്തി അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. ട്രംപ് അത്ര കണ്ട് ഭയന്ന ഒരു തെരഞ്ഞെടുപ്പ് ജയം. പ്രചാരണ കാലത്ത് ട്രംപ് മംദാനിയെ വിശേഷിപ്പിച്ചത് കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തനെന്നാണ്. സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ വക്താവായ മംദാനി ട്രംപിന്റെ തീവ്ര വലതുപക്ഷ ആശയങ്ങളെ എതിർക്കുക സ്വാഭാവികം. പക്ഷേ സധൈര്യം അത് തുറന്നടിക്കുന്നതിനാൽ മംദാനി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമോ എന്ന് ലോകം സംശയിച്ചു. പക്ഷേ പ്രവചനങ്ങളെ തള്ളി മംദാനി ജയിച്ചു. തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ മംദാനിക്ക് അനുകൂലമായി കാറ്റ് വീശി. പുരോഗമന ചിന്താഗതി പുലർത്തുന്ന നേതൃത്വത്തിനായുള്ള വോട്ടർമാരുടെ വർദ്ധിച്ചു വരുന്ന താൽപര്യമാണ് ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അപ്പോൾ ട്രംപും റിപ്പബ്ലിക്കൻസും ഈ വിജയത്തിൽ അസ്വസ്ഥരാവുക സ്വാഭാവികം. ഡിപ്ലോമാറ്റ് അല്ല, സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റ് ആണ്. അതുകൊണ്ട് തന്നെ പലസ്തീനിൽ നടക്കുന്നത് വംശഹത്യയാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധക്കുറ്റവാളിയാണെന്ന് പറയാനും മംദാനി മടിച്ചില്ല. സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആശയക്കാർ മംദാനിയുടെ വിജയത്തെ മുതലാളിത്തത്തിനെതിരെയുള്ള വിജയമായി വിലയിരുത്തുന്നു. ഭരണത്തിലേറുന്ന മംദാനിയുടെ പ്രവർത്തനങ്ങളാണ് ലോകം ഇനി ഉറ്റുനോക്കുന്നത്. വേറിട്ട പ്രചാരണത്തിലൂടെയും ജനപ്രിയ വാഗ്ദാനങ്ങളിലൂടെയും മംദാനി നേടിയെടുത്ത ഇമ്പാക്റ്റ് നിലനിർത്തുമോ? എന്തായാലും മേയർ കാലയളവ് മംദാനിക്ക് വലിയ വെല്ലുവിളികളുടെ കാലം കൂടിയാണ്. കോടീശ്വരന്മാർക്ക് അധിക നികുതി, സൗജന്യ ശിശു സംരക്ഷണം, അതിവേഗ ബസ്സുകൾ, വാടക മരവിപ്പിക്കൽ, ഭവന നിർമ്മാണത്തിനുള്ള ചെലവ് കുറയ്ക്കൽ, വിലക്കയറ്റം തടയൽ, ജീവിത ചെലവ് കുറയ്ക്കൽ തുടങ്ങിയ വമ്പൻ വാഗ്ദാനങ്ങളാണ് മംദാനി നൽകിയത്. സാധാരണക്കാർക്ക് മംദാനി പ്രതീക്ഷയാകുമ്പോൾ കോടീശ്വരന്മാരെ സംബന്ധിച്ച് മംദാനി ഒരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കുത്തകകളും ബില്യണർമാരും രാഷ്ട്രീയ എതിർചേരിയിലുള്ളവരും എല്ലാം കച്ചകെട്ടി ഇറങ്ങിയിരുന്നു മംദാനിയെ പരാജയപ്പെടുത്താൻ. പക്ഷേ വ്യവസായ പ്രമുഖരെ വെല്ലുവിളിച്ചല്ല, പകരം പ്രായോഗികമായി നീങ്ങി മംദാനി. അവരുമായി കൂടിക്കാഴ്ചകൾ നടത്തി വിശ്വാസത്തിലെടുത്തു. മുൻ ന്യൂയോർക്ക് മേയർ മൈക്കൽ ബ്ലൂംബർഗുമായി കൂടിക്കാഴ്ച നടത്തി ഉപദേശം വാങ്ങി അദ്ദേഹത്തെയും പ്രചാരണത്തിൽ ഒപ്പം കൂട്ടി. വൻ തുക ബ്ലൂംബർഗ് പ്രചാരണത്തിന് സംഭാവനയും നൽകി. നികുതി വിഷയത്തിൽ ഇടഞ്ഞു നിന്ന ഗവർണർ കാത്തി ഹോച്ചലിനെ സമരസപ്പെടുത്തി. ഒടുവിൽ ട്രംപിനെതിരെ നിൽക്കുന്ന സാധാരണക്കാർക്ക് തുണയാകുന്ന മേയറെയാണ് ന്യൂയോർക്കിന് ആവശ്യമെന്ന് പറഞ്ഞ് ഗവർണർ കാത്തി ഹോച്ചലിൻ തന്നെ പ്രചാരണത്തിൽ അണിചേർന്നു. ഏറ്റവും ഒടുവിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന സമ്മർദ്ദത്തെ തുടർന്ന് ട്രംപ് തന്റെ പാർട്ടി സ്ഥാനാർത്ഥി കർട്ടിസ് ലിവയെ പിൻവലിച്ചു. പകരം മത്സര രംഗത്തുള്ള ഡെമോക്രാറ്റിക് സ്വതന്ത്രനും മുൻ ഗവർണറുമായ ആൻഡ്രൂ ക്യുമോയെ പിന്തുണച്ചു. അസാധാരണമെന്ന് തോന്നുന്ന രാഷ്ട്രീയ നീക്കം. എങ്ങനെയും മംദാനിയെ പരാജയപ്പെടുത്തുക എന്നത് തന്നെയായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. സ്വന്തം പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കർട്ടിസ് ലിവയെ പിന്തുണയ്ക്കുന്നത് മംദാനിക്ക് വോട്ട് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പോലും ട്രംപ് പറഞ്ഞു കളഞ്ഞു. പക്ഷേ മംദാനിയുടെ നയങ്ങളെ, വാഗ്ദാനങ്ങളെ ജനം വിശ്വസിച്ചു. തന്റെ പ്രവർത്തനങ്ങളുടെ ബ്ലൂ പ്രിന്റ് മംദാനി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ന്യൂയോർക്ക് നഗരത്തിലെ കോർപ്പറേറ്റ് നികുതി നിരക്ക് വർദ്ധിപ്പിച്ചു. ന്യൂയോർക്കിലെ ഏറ്റവും ധനികരായവർക്ക് 2% നികുതി ഏർപ്പെടുത്തിയും
തന്റെ ക്ഷേമ പദ്ധതികൾക്ക് പണം കണ്ടെത്താമെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ അതിൽ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാട് നിർണായകമാണ്. മംദാനി വിജയിച്ചാൽ നഗരത്തിനുള്ള ധനസഹായം നിർത്തലാക്കുമെന്നായിരുന്നു ട്രംപിന്റെ നേരത്തെയുള്ള ഭീഷണി. അതുകൊണ്ട് തന്നെ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്ന മംദാനിയെ തടയാൻ ട്രംപ് നോക്കിയാൽ അമേരിക്കൻ രാഷ്ട്രീയം ഇനി കാണാൻ പോകുന്നത് ട്രംപ് മംദാനി പോരായിരിക്കും. മംദാനിയുടെ വിജയം ഉഗാണ്ടയ്ക്കും പ്രതീക്ഷയാണ്. ഏകാധിപത്യത്തിന്റെ ദീർഘകാല ഭരണം നിലനിൽക്കുന്ന ഉഗാണ്ടൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉഗാണ്ടയിൽ ജനിച്ച ന്യൂയോർക്ക് നായകന്റെ വിജയത്തിന്റെ തിളക്കം, നിലപാടുകളുടെ തിളക്കം അവിടുത്തെ യുവതയ്ക്ക് ആത്മവിശ്വാസമാണ്. ഉഗാണ്ടൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവായ ജോയൽ സെൻയോണി ഈ വിജയത്തെ വലിയ പ്രോത്സാഹനമായാണ് കാണുന്നത്. ഇതിവിടെ ഉഗാണ്ടക്കാർക്ക് പോലും സാധ്യമാണ് എന്ന വലിയ പ്രചോദനമാണ്. എങ്കിലും നമുക്ക് അവിടേക്കെത്താൻ ഒരുപാട് ദൂരമുണ്ട് എന്ന യാഥാർത്ഥ്യവും അദ്ദേഹം തുറന്നു പറയുന്നു. 1991 മംദാനി ജനിച്ച ഉഗാണ്ട കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഒരേ പ്രസിഡന്റിന്റെ, അതായത് യോവേരി മുസേവനിയുടെ കീഴിലാണ്. വീണ്ടും തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന മുസേവനി വിരമിക്കാനുള്ള ആവശ്യങ്ങൾ നിരസിക്കുമ്പോൾ രാജ്യത്തെ രാഷ്ട്രീയ മാറ്റം അസ്ഥിരമാകുമോ എന്ന ആശങ്ക ഉഗാണ്ടയിൽ നിലനിൽക്കുന്നുണ്ട്. മംദാനിയുടെ വിജയം യാഥാസ്ഥികതയിൽ നിന്ന് വ്യതിചലിക്കുന്ന പുതുതലമുറയുടെ സ്വാധീനത്തെയാണ് കാട്ടുന്നത്. മംദാനിയുടെ പിതാവിനൊപ്പം ഉഗാണ്ടയിലെ മക്കറരെ സർവകലാശാലയിൽ പ്രവർത്തിച്ചിട്ടുള്ള സാഹിത്യ പ്രൊഫസറായ ഒക്കെല്ലോ ഒങ്വാങ് പറയുന്നത് ഈ വിദേശ വിജയം യുവജനങ്ങളിൽ ഊന്നിയിരിക്കുന്ന ഭാവിയെ സൂചിപ്പിക്കുന്നുവെന്നാണ്. കുട്ടിക്കാലത്ത് ലജ്ജാശീലനും സൗമ്യഭാഷിയുമായിരുന്ന പത്രപ്രവർത്തകനാകാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടി മംദാനിയെ ഓർക്കുന്ന ഉഗാണ്ടക്കാരുടെ വാക്കുകൾ ലോകത്തിന് കൗതുകമാണ്. പിന്നീട് മംദാനി യങ് കാർഡമം ആൻഡ് ഹാബ് എന്ന റാപ്പ് സംഘത്തിന്റെ ഭാഗവുമായിരുന്നു. കമ്പളയിൽ ചിത്രീകരിച്ച അവരുടെ സംഗീത വീഡിയോകൾ ഇന്നും ഓൺലൈനിൽ ലഭ്യമാണ്. The number one spice. Eat in the morning and roll like a dice. Mama told me this once and I'm telling it twice. Banabo muchivina wabede so wise. Ichubi yetu lerondi kumasi. Awomanyona yetava elugasi. It's got me reminiscing like Lilian Babas. ജനുവരിയിലാണ് മംദാനി അധികാരമേറുക. പ്രസിഡന്റ് കഴിഞ്ഞാൽ അമേരിക്കയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രാഷ്ട്രീയ ചുമതലയാണ് ന്യൂയോർക്ക് മേയറുടേത്. മാറ്റങ്ങളുടെ കൊടുങ്കാറ്റായി മാറാൻ മംദാനി ഒരുങ്ങുമ്പോൾ കാത്തിരിക്കാം ആ മേയർ കാലയളവിനായി. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ 2 സാമ്പത്തിക ശക്തികളുടെ തലവന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ച ഏറെ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. ദീർഘനാളായി നിലനിന്ന US-ചൈന വ്യാപാര തർക്കങ്ങൾ താൽക്കാലികമായി ഡൊണാൾഡ് ട്രംപും ഷീ ജിൻപിങ്ങും പറഞ്ഞു തീർത്തു. പക്ഷേ ഇതൊരു കൊടുക്കൽ വാങ്ങലിനപ്പുറം നിലവിലെ സംഘർഷങ്ങളുടെ തീവ്രത കുറയ്ക്കുക മാത്രമാണോ ലക്ഷ്യമിടുന്നത്? അതോ കാത്തിരിക്കുന്നത് മറ്റെന്തെങ്കിലുമാണ്? ഒക്ടോബർ 30 ബുസാനിൽ നടന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ ആഗോളതലത്തിൽ G2 പുനഃസജ്ജീകരണമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒറ്റനോട്ടത്തിൽ ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കുന്ന ഒരു താൽക്കാലിക നടപടിയായിരുന്നു. ചർച്ചയിലാകട്ടെ ഫെന്റനൈലുമായി ബന്ധപ്പെട്ട താരിഫ് അമേരിക്ക കുറയ്ക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാങ്ങൽ പുനരാരംഭിക്കാമെന്ന് ചൈന സമ്മതിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഈ വ്യാപാര കരാർ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള മത്സരം ഒരു തരത്തിലും കുറയ്ക്കുന്നില്ല. താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിച്ച ഈ ഒരു കരാർ സാങ്കേതിക വിദ്യ, വിതരണ ശൃംഖല, സൈനിക തന്ത്രം എന്നീ മേഖലകളിൽ ഉയർന്ന യുദ്ധത്തിന്റെ താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. ഈ കരാറിന് പിന്നിലെ തന്ത്രങ്ങൾ ഭാവിയിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെ വിപരീതമായി ബാധിച്ചേക്കാം. നും 2025 ഇടയിൽ അമേരിക്ക ചൈന ബന്ധം കൂടുതൽ വഷളാവുകയും പിന്നീട് അത് സാങ്കേതിക മേഖലയിലേക്ക് കുടിയേറുകയും ചെയ്തു. സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ, ചിപ്പ് ആർക്കിടെക്ചറുകൾ എന്നിവയിലെ അമേരിക്കൻ നിയന്ത്രണങ്ങൾ സ്ഥിരമായി. വ്യാപാര യുദ്ധം വെറും താരിഫ് യുദ്ധമായി ഒതുങ്ങിയില്ല. വിതരണ ശൃംഖലകൾ, ഡാറ്റ, AI പരിശീലന ശക്തി,
ചിപ്പ് ഡിസൈൻ എന്നിവയെല്ലാം സ്റ്റേറ്റ് ക്രാഫ്റ്റിന്റെ ഉപകരണങ്ങളായി മാറി. ഇതെല്ലാം ഇരു രാജ്യങ്ങൾക്കും പല വെല്ലുവിളികളും ഉയർത്തി. താരിഫുകളും കരിമ്പട്ടികകളും ഇരുപക്ഷത്തെയും പ്രതികൂലമായി ബാധിച്ചു. അമേരിക്കയിൽ കർഷകരെയും നിർമ്മാതാക്കളെയും ചൈനയിൽ കയറ്റുമതിക്കാരെയും ഇത് ദോഷകരമായി ബാധിച്ചു. ഇരുപക്ഷത്തിനും പരസ്പരം നഷ്ടമുണ്ടാക്കാമെന്ന് തെളിയിക്കാൻ സാധിച്ചെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ദക്ഷിണ ചൈന കടലിലും തായ്വാനിലും സൈനിക സമ്പർക്കങ്ങൾ വർദ്ധിച്ചതോടെ പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിൽ ആഴത്തിൽ മുറിവേറ്റു. അമേരിക്കൻ സോയാബീൻ വാങ്ങുന്നത് അമേരിക്കൻ കർഷകർക്ക് ആശ്വാസം നൽകുമെങ്കിലും താരിഫ് യുദ്ധത്തിനിടെ ബ്രസീൽ, അർജന്റീന തുടങ്ങിയ ബദൽ വിതരണക്കാരിലേക്ക് ചൈന ശ്രദ്ധ തിരിച്ചത് പ്രതിസന്ധിയാണ്. നിലവിലെ കരാറുന്നത് സ്ഥിരമായ ഒന്നല്ല, മറിച്ച് വർഷാവർഷം പുതുക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ആ കരാർ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്നതോ ആണ്. മാത്രമല്ല, അടുത്ത വർഷത്തെ വിലപേശൽ ശക്തി അനുസരിച്ച് കരാർ കർശനമാക്കാനോ ഉപേക്ഷിക്കാനോ ഇരു രാജ്യങ്ങൾക്കും കഴിയും. രണ്ടായിരത്തി മുമ്പുള്ള സ്ഥിതിയിലേക്ക് ഒരു തിരിച്ചുപോക്കല്ല വാസ്തവത്തിൽ ഈ കരാർ. അമേരിക്ക ഫെന്റനൽ താരിഫ് കുറച്ചത് ചൈന നിലവിൽ ഏർപ്പെടുത്തിയ ഇളവിന് പകരമായി മാത്രമാണ്. എന്തായാലും ഈ താൽക്കാലിക വിരാമം വലിയൊരു കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ എന്ന് വരും വർഷം തെളിയിക്കും. അഗ്നിപർവ്വതങ്ങൾ കാവൽ നിൽക്കുന്ന ദ്വീപ്. അമേരിക്കയുടെ ഏക ദ്വീപ സംസ്ഥാനം ഹവായിലെ കിലൗ അഗ്നിപർവ്വതം വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. 3 ആഴ്ച മുൻപ് ലാവാ പ്രവാഹം അവസാനിച്ചെന്ന് കരുതിയ അഗ്നിപർവ്വതത്തിൽ നിന്ന് വീണ്ടും വലിയ രീതിയിൽ ലാവ പുറത്തേക്ക് വരികയാണ്. 2018 ഒരു വലിയ പൊട്ടിത്തെറിയിലൂടെ ഹവായ് ദ്വീപിനെ ആകെ തന്നെ ബാധിച്ച അഗ്നിപർവ്വതമാണ് ഇപ്പോൾ വീണ്ടും പൊട്ടിത്തെറിക്കുന്നത്. പ്രകൃതിയും ലോകരാഷ്ട്രീയവും എപ്പോഴും അങ്ങനെയാണല്ലോ, പ്രവചനാതീതമാണ്. കാണാം പുതിയ ലോക കാഴ്ചകളുമായി അടുത്ത വാരം.